ഡൽഹിയിലെ ജനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. അവസാനവട്ട വോട്ടും ഉറപ്പാക്കി നേതാക്കൾ. ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തി. 13,033 പോളിംഗ് ബൂത്തുകൾ, 1,55,00,000 വോട്ടേഴ്സ്, സുരക്ഷയ്ക്കായി 30,000 പോലീസും 180 കമ്പനി അർദ്ധസേനയും, 70 മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികൾ. നാളെ രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും. വോട്ടേഴ്സിനെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പാക്കി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അനായാസ വിജയം നേടിയ ആം ആദ്മി പാർട്ടി 4ാം തവണയും സർക്കാർ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. BJPയിൽ നിന്ന് കടുത്ത മത്സരമാണ് ഇത്തവണ നേരിടുന്നത്. ഡൽഹി മദ്യനയ അഴിമതിയും കെജ്രിവാളിന്റെ വസതി മോടി പിടിപ്പിക്കലും യമുനാ നദി മലിനീകരണവുമടക്കം അനവധി ആരോപണങ്ങളാണ് പ്രചരണത്തിനായി BJP ഇത്തവണ ഉപയോഗിച്ചത്. ഒപ്പം കേന്ദ്ര ബജറ്റും നികുതി ഇളവും മധ്യവർഗ വോട്ടേഴ്സ് നിർണായകമായ ഡൽഹിയിൽ BJPക്ക് അനുകൂല സാഹചര്യമൊരുക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ 2 തവണയും ചിത്രത്തിലില്ലാതിരുന്ന കോൺഗ്രസ് ഇത്തവണ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മുൻനിർത്തി തിരിച്ചുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിനിടെ ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കാറുണ്ടെന്നും പക്ഷപാതപരമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കാറില്ലെന്നും വിശദീകരണം. 1 മാസം നീണ്ട വാശിയേറിയ പ്രചരണം. ജനവിധി എന്തെന്ന് ഫെബ്രുവരി 8-ന് അറിയാം. അവസാന ഘട്ടത്തിലും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയും. വിനീത VG, 24, ഡൽഹി.